മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കാത്തിരിപ്പ് വിഫലമായി. മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പിള്ളി കൊമ്പൻ ചരിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുറിവേറ്റ കൊമ്പനെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളാൽ തളച്ച് കോടനാടെത്തിച്ചത്. ആനയെ മയക്കുവെടിവെക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സ്നേഹപ്രകടനങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടവരുടെ കണ്ണുകളെ ഈർന്നണിയിക്കുന്നതായിരുന്നു. മയക്കുവെടിയേറ്റ് തളർന്ന കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആന വീഴുമെന്നായപ്പോൾ താങ്ങി നിർത്താനും ശ്രമിച്ചു. ഒടുവിൽ കൊമ്പൻ വീണപ്പോൾ അരികെ തന്നെ നിലയുറപ്പിച്ചു. ദൗത്യസംഘം ശബ്ദമുണ്ടാക്കി തുരത്തുമ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഗണപതി ഓടിമാറിയത്. എന്നാൽ മയക്കുവെടിയേറ്റ കൊമ്പനെ ഗണപതി മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തുകയാണുണ്ടായതെന്ന പ്രസ്താവനയാണ് ഡോക്ടർ അരുൺ സക്കറിയ നടത്തിയത്. അത് അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണ സമയത്ത് നമുക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ്, അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ് ചെയ്യാൻ പറ്റി. മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി ഇടിച്ചിട്ടുവെന്ന പ്രസ്താവനയാണ് വിവാദമായത്. അനാവശ്യ പ്രസ്താവനയാണെന്നും കാടിന്റെ നന്മ തിരിച്ചറിയാത്ത ചികിത്സകന്റെ പ്രതികരണമെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർ അരുൺ സക്രിയയെ കുറ്റപ്പെടുത്തിയുള്ള പ്രചരണം. TCV ചാലക്കുടി.